ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിക്ക് ഇന്ന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ജാസ്മിൻ ഇന്ന് വല്ലാതെ വയലന്റ് ആയിരുന്നു. കൺഫഷൻ റൂമിൽ പോലും പോവാൻ തയ്യാറെ വളരെയധികം കരഞ്ഞുകൊണ്ട് അവിടെ അലറി വിളിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു ജാസ്മിൻ. സത്യത്തിൽ ജിൻഡോ വന്നിട്ട് ജാസ്മിനോട് മൈക്ക് ധരിക്കാനായി പറയുന്നു. ആ ഒരു സമയത്ത് തന്നെ ജാസ്മിൻ വല്ലാതെ വയലന്റ് ആവുന്നുണ്ട്. ജിൻഡോയുടെ തട്ടിക്കയറാനായിട്ട് ശ്രമിക്കുന്നു. ഒരു തരത്തിൽ അലറി വിളിച്ചുകൊണ്ട് ഭ്രാന്തിയെ പോലെ അവിടെ കിടന്ന് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് പല പ്രേക്ഷകരും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും എനിക്കതൊരിക്കലും ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നാടകമായിട്ട് തോന്നിയില്ല. കാരണം ജാസ്മിൻ എന്നുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ആദ്യ ഒരു 2 ദിവസത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ തന്റെ ഗെയിം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ജാസ്മിൻ്റെ ആ ഒരു ഗെയിം എന്ന് പറയുന്നത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ ആദ്യത്തെ ആ ഒരു ജാസ്മിൻ്റെ പെർഫോമൻസും ആ ഒരു വ്യക്തിയെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് തീർച്ചയായും എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ്റെ ഇതൊരു ഡ്രാമയാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ കയ്യിൽ നിന്നും ഇത് കാര്യം കൈവിട്ടു പോവുകയാണ്. കാരണം ജാസ്മിനെ സ്വയം നിയന്ത്രിക്കാനാവാതെ ജാസ്മിൻ തന്നെ അലറി വിളിച്ച് പൊട്ടിക്കരയുന്ന അല്ലെങ്കിൽ തൻ്റെ വികാരങ്ങൾ എല്ലാം കരഞ്ഞു തീർക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് സത്യത്തിൽ ജാസ്മിൻ പോയത്. അതിനുശേഷം ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് പോലും വിളിച്ചപ്പോൾ പോലും ജാസ്മിൻ പോവാൻ തയ്യാറായില്ല. അപ്സരയും റസ്മിനും ഒക്കെ ചേർന്നിട്ടാണ് ജാസ്മിനെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോയത്. ശേഷം ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രമാത്രം ഇവിടെ മെന്റലി ഡൗൺ ആവാൻ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, സംഭവിച്ചത് മറ്റാർക്കുമല്ലല്ലോ, എനിക്ക് മാത്രമല്ലേ സംഭവിച്ചത്, എനിക്ക് മാത്രമല്ലേ പോയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് അവർ തമ്മിലുള്ള ഒരു ഇഷ്ടമാണ്, പരസ്പരം ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഇഷ്ടമാണ്. പക്ഷെ അത് പ്രണയത്തിലേക്ക് പോവാതെ ഞങ്ങൾ പിടിച്ചു നിർത്തുകയാണ് എന്ന് പറയുമ്പോൾ അത് പല സമയത്തും അവരുടെ കയ്യിൽ നിന്നും വിട്ടു പോകുന്നുണ്ട് എന്നുള്ളത് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ന് നമ്മുടെ അപ്സരയെ പുറത്തു പോകാൻ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ജാസ്മിനും അതുപോലെ തന്നെ റസ്മിൻ കൺഫഷൻ റൂം എന്ന് പറയുന്നത് അത്രയും പരിഭാവനമായ ഒരു റൂമാണ്. കാരണം നമുക്ക് എല്ലാ സമയത്തും കയറി ചെല്ലാനുള്ള ഒരു നമ്മൾ എന്നും കിടക്കുന്ന ബെഡ്റൂം പോലുള്ള ഒരു റൂം അല്ല കൺഫഷൻ റൂം. ആ ഒരു കൺഫഷൻ റൂമിൽ അത്രയധികം സമയം ജാസ്മിനും റസ്മിനും ഒക്കെ കിടന്ന് ഉറങ്ങിയതിനെ ചൊല്ലി പല പ്രേക്ഷകരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു സീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ജാസ്മിനും ഗബ്രിയും അവരുടെ ഗെയിമിലോട്ട് ഇനി ഇറങ്ങി കളിക്കണം എന്നുള്ളത് തന്നെയാണ് പേഴ്സണലിയുള്ള എൻ്റെ അഭിപ്രായം. ഇനി അതിലോട്ട് ഇറങ്ങാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാനാവില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.